ഫ്രോഡുകൾക്ക് ഈ രാജ്യത്ത് രക്ഷയുള്ളൂ. എന്നിട്ടും എന്തുകൊണ്ട് സാറ് രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ സാറിന്റെ ഫ്രോഡ് പണികൾ സന്ദർഭത്തിനൊത്തു എരുന്നില്ല എന്ന് ഞാൻ പറയും. കുറച്ച് പറ്റുന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട്. സുധിച്ചേട്ടൻ മരിച്ചപ്പം ഏതോ കോടികൾ അക്കൗണ്ടിൽ വന്നു, അത് ഞാൻ എന്റെ വീട്ടുകാർ കളിച്ചു മാറ്റി തീർത്തു. ഒരു സത്യം മാത്രം. ഒരിക്കലല്ല, ഒരു കോടികൾ വന്നിട്ടില്ല. കറക്റ്റ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് അതിന്റെ അധികാരപ്പെട്ടോ ഇതിപ്പം എന്താ പറയാ, സംശയമുള്ളവർക്ക് വേണമെങ്കിൽ വന്ന് ബാങ്കിൽ വന്ന് തിരക്കാം. എത്ര രൂപയാണ് വന്നൊന്നും കാര്യങ്ങളൊക്കെ ബാങ്കിലുണ്ടല്ലോ. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ ബാങ്കിൽ പോയി ചോദിച്ചാൽ തരത്തില്ല എന്നുള്ള ബോധമില്ലയോ തെറി വിധവയ്ക്ക്? നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നോ ഇൻഫർമേഷൻ, വിവരമില്ല. ഒന്ന് എടുത്ത് ഞങ്ങളെ ഇന്ന് കാണിക്കാമോ? അന്ന് മുതൽ ഇന്ന് വരെയുള്ള ആ ക്യാഷ് ഡീറ്റെയിൽസ്, വരവ് പോക്ക്, ചെലവ്, കാര്യങ്ങളൊക്കെ തന്നെ. ഒരു ആവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? പണമാണ് ലക്ഷ്യം. പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു പ്രത്യേകതരം കുടുംബം, അതിലുള്ള ഒരു പ്രത്യേകതരം വടയക്ഷി. മനുഷ്യനാവണം ആദ്യം, എന്നിട്ടുണ്ടാക്കുക നിലയും വിലയും. അതൊന്നും സൂത്രത്തിൽ ഉണ്ടാക്കല്ല വേണ്ടത്, സ്വയം ഉണ്ടാവട്ടെ. കിച്ചു അതിൽ നിന്ന് പൈസ എടുത്തിട്ടുണ്ട്. അത് അവന്റെ അർഹതപ്പെട്ട പൈസയല്ലേ? അവന്റെ അച്ഛന്റെ പേരിൽ അച്ഛനിക്ക് വേണ്ടിയിട്ട് കിട്ടുന്ന പൈസ എടുക്കാൻ എല്ലാ അർഹതയുണ്ട്. വെപ്പാട്ടിമാർക്ക് എന്ത് കാര്യം എന്നുള്ളതാണ് എന്റെ ഡൗട്ട്. ഇന്നലെ വരെ ബിനുവിന്റെ ഭാര്യയായിരുന്ന ഒരുത്തി ഇന്ന് നാട് നീളെ മാപ്പിളമാരുള്ള ഒരുത്തി എന്ത് അടിസ്ഥാനത്തിലാണ് ഈ സുധിയുടെ വിധവയായി മാറിപ്പെട്ടെന്നുള്ള അതിശയമാണ് എല്ലാവർക്കും ഉണ്ട്. എനിക്കും ഉണ്ട് ആ സംശയം. ഉത്തരം പറ. 65 രൂപ തോന്നുന്നതിന് നമ്മളൊരു ബൈക്ക് മേടിച്ചായിരുന്നു. ഒരു മഞ്ഞ കളറുള്ള ഒരു ബൈക്ക്. ഞാനും ഞങ്ങൾ എല്ലാവരും കൂടി ചെന്നാണ് കിച്ചൺ മേടിച്ചു കൊടുത്തത്. കിച്ചൺ പറയാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ഭഗവതിയാണ് സത്യം. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? അല്ലാതെ കോടികൾ വന്നിട്ടോ ഇല്ല, ഞങ്ങൾ ആരും എടുത്ത് നോക്കിയിട്ടില്ല. അതിന്റെ ആവശ്യമില്ല. എനിക്ക് ആവശ്യത്തിലധികമുള്ളതും പണമാണ്. എന്നെ ഇട്ടുമൂടാനുള്ള പണം ഞാനങ്ങ് ദുഫായിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വണ്ടി വാങ്ങിയത് എന്റെ പേരിലല്ല, വണ്ടി വാങ്ങിയത് അവളുടെ ചേട്ടത്തിയുടെ ഭർത്താവായ, അതായത് അവളുടെ ഭർത്താവായ അവന്റെ പേർക്കാണ് വാങ്ങിച്ചിട്ടുള്ളത്. അവൾ അങ്ങനെയാണല്ലോ സ്വയം പറയുന്നത്. ഓ ഈശ്വരാ, എന്റെ കഷ്ടകാലത്തിനാ ഇങ്ങനെ ഒരു കള്ളം പറയാൻ എനിക്ക് തോന്നിയത്. അതിന് ഇത്രയും വില കൊടുക്കേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചില്ല. അവന്റെ പേരിൽ ബൈക്ക് വാങ്ങിച്ചെങ്കിൽ അവനോട് ഇവക്കുണ്ടായിരുന്ന ഫേവർ എന്താണെന്ന് അതിൽ നിന്ന് വ്യക്തമാണ്. ഈ കുട്ടിയുടെ പേർക്ക് കൊടുത്തിട്ടില്ല. മാത്രമല്ല 18 വയസ്സാകാത്തത് കൊണ്ടാണെന്ന് പറയുകയാണെങ്കിൽ 18 വയസ്സാകാത്ത കുട്ടിക്ക് എന്തിനു ബൈക്ക്? അച്ഛൻ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആ മകന് പഠിത്തവും അവന് വേണ്ടത് വീടും അരവണപ്പുമാണ്. അത് ചെയ്തോ. അത് ചെയ്യുന്നതിന് പകരം അവനെ ബൈക്ക് വാങ്ങിച്ചു കൊടുത്തെങ്കിൽ നീ അതിനെ കൊല്ലാൻ നോക്കി എന്നുള്ളതാണ്. കൊല്ലാനായിട്ടാണ് അതിനെ നീ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ആ കുട്ടി എങ്ങനെ രക്ഷപ്പെട്ട് കൊല്ലത്ത് സേഫ് ആയി നിൽക്കുന്നു? I feel something fishy. പിന്നെന്താണ് എന്താ പറയേണ്ടത്? ഇതൊക്കെ വന്ന് ബോധിപ്പിക്കണമെന്നുണ്ട്. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പം. ചിലർക്ക് തെറ്റിദ്ധാരണ കാണും, തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തന്നെ ഞങ്ങളുടെ കൂടെ ഞങ്ങൾ ഒറ്റയ്ക്കല്ലായിരുന്നു. ഞങ്ങളുടെ അതെ, തീർച്ചയായിട്ടും ഇതൊക്കെ വന്ന് നീ ബോധിപ്പിക്കുക എന്നുള്ളത് ഒരു സിറ്റുവേഷൻ തന്നെയാണ്. വേറെ ഒരു വഴിയില്ല ഗൈസ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. അന്ന് എയർപോർട്ടിൽ നിന്നുകൊണ്ട് വായിക്കൂസാതെ പറയുന്ന കേട്ടോ, എനിക്ക് സുചേട്ടൻ വിട്ടിട്ട് പോയത് കുറെ കടങ്ങളും കുറെ ബാധ്യതകളും ആയിരുന്നു. എന്നിട്ടാണ് 50 ലക്ഷം രൂപയുടെ വീട്ടിൽ കയറി കിടക്കുന്നത്. എന്ത് ചെയ്യാനാ തലേ, എനിക്ക് കാശ് വാങ്ങിച്ചേ ശീലമുള്ളൂ, കാശ് കൊടുത്ത് ശീലമില്ല. ഇവക്ക് മലന്ന് കടന്ന് തിന്നാനുള്ള എല്ലാ സംഗതികളും നാട്ടുകാർ മൂലം കൊണ്ട് കൊടുത്തിട്ടും നന്ദി കെട്ട തള്ളയുടെ വർത്തമാനം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മൂലം ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായി എന്നാണ്. നീ ഇരുന്നാ അറിയാണ്ടടാ മനുഷ്യരെ കുറച്ചൊക്കെ ഇതൊക്കെ വേണം. സപ്പോസ് എന്തെങ്കിലുമൊക്കെ വേണം. സുചേട്ടൻ പീക്ക് ടൈം നിൽക്കുമ്പോൾ നല്ല ഹെവി ടൈം നിൽക്കുമ്പോഴാണ് സുചേട്ടൻ ഇത് ചെയ്യുന്നത്, രേണുവിനെ കല്യാണം കഴിക്കുന്നത്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു എങ്ങനെ ഒരു എപ്പിസോഡിന് ഒരു 25-30 രൂപ സുചേട്ടൻ ശമ്പളം ഉണ്ട് കുറച്ച് ചെയ്യുന്നത്. ആ പൈസക്ക് എങ്ങോട്ട് പോകുന്നു നമുക്കറിയില്ല. പക്ഷേ ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. എന്റെ അർവൻ സെറ്റ് രേണുവിന്റെ കയ്യിലും രേണുവിന്റെ പപ്പയുടെ കയ്യിലുമാണ് സുചേട്ടൻ ATM കാർഡ് ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാര് ലോകത്ത്? കുരുക്കഥ നുണകൾ പറയില്ല ഇവന്റെയൊക്കെ ഹോബി. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അയാളുടെ ഇഷ്ടങ്ങൾ ചിലപ്പോഴെങ്കിലും സൂചിപ്പിക്കും. മരണപ്പെടുമ്പോൾ അയാളെ അടക്കം ചെയ്യേണ്ട സ്ഥലം വരെ പറയും. അതുപോലെ ആ മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട് ഇവളെടുത്ത്. പക്ഷെ ഇവള് നിർമ്മിച്ച ഒരു പെട്ടിക്കകത്ത് അടച്ച് എവിടെയോ കൊണ്ടുവന്നൊരു ഇതാക്കി വെച്ചിട്ടുണ്ട്. നിൽക്കുന്നത് ആരാണെന്നാ വിചാരം? മാടപ്രാവിന്റെ ഹൃദയം പോലെ തോന്നിക്കുന്ന ലോകൈക ചെറ്റയാ. ഇങ്ങനെയോ ഒരു ജന്മം. ഒരു കലാകാരനെ അടക്കേണ്ട എല്ലാ മര്യാദയോടും കൂടി അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ സ്ഥലം ഉണ്ടായിട്ട് പോലും അവിടെ എങ്ങും കൊണ്ടുപോയി അടക്കാതെ ഇവിടെ വെച്ച് ഇവളിലേക്ക് ഇവളുടേതാക്കി മാറ്റിയത് ഇവളുടെ ചതുരംഗ പ്ലേ ആണ്. എന്നാലും മനുഷ്യന്റെ നന്മ എന്ന് പറഞ്ഞ സാധനം ആർക്കെങ്കിലും കട്ടുകൊണ്ടുപോകാൻ കഴിയുമോ? വേണ്ട, അതത്ര നിസ്സാരമായി കാണുമൊന്നും വേണ്ട. വിളഞ്ഞ വിത്ത. ഇത്രയും സ്നേഹിച്ച മനുഷ്യൻ പറഞ്ഞ ഒരു കാര്യം പോലും മര്യാദയ്ക്ക് സാധിച്ചു കൊടുക്കാൻ സാധിക്കാത്ത ഒരുത്തിയാണ് 24 മണിക്കൂർ കുണിച്ചേട്ടന്റെ ഭാര്യ എന്ന് പറയുന്നത്. നിറം വെളുപ്പാണെങ്കിലും ഉള്ളു മുഴുവൻ കറുപ്പാ. ഇവളൊക്കെ മുഖടച്ചൊന്ന് കൊടുക്കുക വേണ്ടത്. അങ്ങനെ കൊടുക്കാൻ ആളുണ്ടായിരുന്നു, അവൾ ഇങ്ങനെ കിടന്ന് തുള്ളു. ഇയാളുടെ മരണത്തോട് അനുബന്ധിച്ചുണ്ടാക്കിയ പൈസ ശരിക്ക് അന്വേഷിക്കേണ്ട കാര്യമാണ്. ഇവളുടെ ബാങ്ക് അക്കൗണ്ട്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇവളെ കൊണ്ട് പബ്ലിഷ് ചെയ്യാൻ പറയാം. അപ്പം മനസ്സിലാക്കും ഇവർക്ക് വന്ന ടേൺ ഓവർ എത്രയാണ്. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. പണം കിട്ടുകയാണെങ്കിൽ ഏത് എക്സ്ട്രീമിലേക്ക് പോകാനും തയ്യാറായി നിൽക്കുകയാണ്. എനിക്ക് ആദ്യം സംശയം തോന്നി എന്തെന്നറിയാമോ? ഈ ടെലിഫിലിം എടുക്കുന്നത് ഇവളുടെ പണം കൊണ്ടാണെന്നാണ്. അത് തന്നെയാണ് എന്റെ ഇപ്പോഴത്തെ ഉറച്ച വിശ്വാസം. എനിക്കും തോന്നിയത്. തോന്നുന്നുണ്ടല്ലോ, നിനക്ക് വരെ തോന്നിയില്ലേ? അല്ലാതെ ഒരു കിളവിയെ കൊണ്ടുവന്ന് ആരെങ്കിലും ഹീറോയിൻ ആയിട്ട് വെച്ച് വീഡിയോ എടുക്കുമോ? ഹീറോയിൻ ആകണം എന്നുള്ളതും ഇങ്ങനെ ഹൈപ്പിൽ നിൽക്കണം എന്നുള്ളതും ജാസി ആൻഡ് ടീം കൊടുത്ത ഉപദേശമാണ്. ബെസ്റ്റ്. നന്നായിട്ടുണ്ട്.
എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.